ലോജിക് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യാം. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബിഗിനറിന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഏതൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഫണ്ട് ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റക്കായി പോവാണ്. കാരണം ഏത് ഫണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക, അതൊരു ബിഗിനർക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നുള്ളത് ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് എത്ര കാറ്റഗറിയാണുള്ളത്. നമുക്ക് ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ട്, നമുക്ക് ഡെറ്റ് ഫണ്ട്സ് ഉണ്ട്, നമുക്ക് ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, മൾട്ടി ക്യാപ്പ് ഉണ്ട്, ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഏതൊരു കാറ്റഗറി ചൂസ് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്താൽ തന്നെ ഇതിൽ തന്നെ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. ഇതിൽ ഏത് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കൊരു ബെറ്റർ ഒരു ഓപ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാകുക എന്നുള്ളത് ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് റൈറ്റ് ആയിട്ടൊരു ഫണ്ട് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം, അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് കമൻസിൽ വന്നൊരു കാര്യമായിരുന്നു, നമ്മൾ റിവ്യൂ ചെയ്യുന്നതല്ല, മണി കൺട്രോളിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിവ്യൂ നടത്താറുള്ളത്. അപ്പോൾ മണി കൺട്രോളിൻ്റെ വെബ്സൈറ്റ് ഒതൻറ്റിക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് മണി കൺട്രോളിൻ്റെ വെബ്സൈറ്റ്. എനിക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അതിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന വേറെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 2 പുതിയ വെബ്സൈറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ മുന്നോട്ട് ചെല്ലുമ്പം ആ 2 വെബ്സൈറ്റിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഫുൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ ഒരു ബിഗിനറിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ബേസിക് സ്റ്റേജും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ പ്രോ സ്റ്റേജും, അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ ബേസിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ഈ ഒരു ബേസിക് സ്റ്റേജ് ഫോളോ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി പ്രോ സ്റ്റേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സാണ് നമ്മൾ പ്രോ സ്റ്റേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ബേസിക് സ്റ്റേജ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ബേസിക് സ്റ്റേജിൽ 3 ഫാക്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 ഫാക്ടേഴ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് വരുന്ന ഫാക്ടറാണ് ഇൻവെസ്റ്റിംഗ് ഗോൾസ്. അതായത് നിങ്ങൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ലോങ് ടേം ഗോൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാവും. അതായത് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് അച്ചീവ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് ഞാൻ ഇന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ഗോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ വരുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ഫാക്ടർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് ഫാക്ടർ വരുന്നത് റിസ്ക് ടോളറൻസ് ആണ്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ സാധിക്കും എന്നതാണ് നിങ്ങൾ അടുത്ത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പം നിങ്ങളുടെ 20s-ലും 30s-ലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ 25 to 30 റേഞ്ചിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹൈ റിസ്ക് എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ച് റിസ്ക് ടോളറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതാണ് നിങ്ങൾ സെക്കൻഡ് ചെയ്യേണ്ട ഫാക്ടർ. ഇനി നമുക്ക് തേർഡ് ഫാക്ടർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തേർഡ് ഫാക്ടർ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ആണ്. അതായത് നിങ്ങൾ എത്ര നാളത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ 1 വർഷത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതൊരു 5 വർഷത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക്, അല്ലെങ്കിൽ 30 വർഷം, എത്ര ഒരു ടൈം പീരീഡിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് സ്റ്റേജിൽ വരുന്ന 3 ഫാക്ടേഴ്സ്. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു 3 ഫാക്ടേഴ്സ് ഫോളോ ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോ സ്റ്റേജ് ആണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഫണ്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ആണ്.
അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു ഫണ്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതായത് പാസ്റ്റിൽ എങ്ങനെയൊക്കെ ആ ഫണ്ട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്, ആ ഫണ്ടിൽ നിന്ന് എത്രത്തോളം റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ബട്ട് ഒരു ഫണ്ടിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ആ ഫണ്ടിൻ്റെ ഫ്യൂച്ചറിലേക്ക് അതേ റിട്ടേൺസ് തരണമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ആ ഒരു കാര്യം നിങ്ങൾ പാസ്റ്റ് പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഫണ്ടിൻ്റെ പെർഫോമൻസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ സെയിം ടൈപ്പുള്ള ഫണ്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങളിപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വേറൊരു സ്മോൾ ക്യാപ് ഫണ്ടുമായിട്ടായിരിക്കണം നിങ്ങൾ കമ്പാരിസൺ നടത്തേണ്ടത്. അല്ലാതെ ഒരു സ്മോൾ ക്യാപ് ഫണ്ട് ഒരു ലാർജ് ക്യാപ് ഫണ്ടുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങളൊരു പാസ്റ്റ് പെർഫോമൻസ് എടുക്കുമ്പോൾ നിങ്ങളൊരു മിനിമം 3 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സൊക്കെ പാസ്റ്റ് പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ശ്രദ്ധിക്കേണ്ട ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ്. അപ്പോൾ ഏതൊരു മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസ്കോമീറ്റർ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് എത്രത്തോളം ഫണ്ടിന് റിസ്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഫണ്ടിന് ഹൈ റിസ്ക് ആണോ അതോ ലോ റിസ്ക് ആണോ അതോ മോഡറേറ്റ് റിസ്ക് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നിങ്ങളൊരു ഫണ്ട് ചൂസ് ചെയ്തു, ആ ഒരു ഫണ്ട് ഹൈ റിസ്ക് എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ടിൽ നിന്ന് ഹൈ റിട്ടേൺസ് ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളൊരു ഫണ്ടാണ് എന്നാണ് ഹൈ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് ചൂസ് ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഫണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തേർഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ട് മാനേജറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഫണ്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ആ ഫണ്ട് മാനേജറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടും എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. കാരണം നമ്മുടെ ഫണ്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് മാനേജ് ചെയ്യുന്നത് ഫുള്ളും ഫണ്ട് മാനേജറാണ്. അദ്ദേഹമാണ് മേജറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ ചൂസ് ചെയ്ത ഫണ്ടിൽ റീസെൻ്റ്ലി ഫണ്ട് മാനേജർ ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഫോർത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോൾഡിങ്സ് ആണ്. അതായത് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മളൊരു ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്പോസ് നിങ്ങൾക്ക് 2 മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെന്ന് ഓർക്കുക. നിങ്ങൾ മന്ത്ലി 10,000 റുപ്പീസ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. 5,000 റുപ്പീസ് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 5,000 റുപ്പീസ് നിങ്ങൾ വേറൊരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 മ്യൂച്വൽ ഫണ്ട്സും സെയിം സ്റ്റോക്സിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് സെയിം സ്റ്റോക്സ് ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 2 മ്യൂച്വൽ ഫണ്ട്സിലൂടെ സെയിം സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ 2 മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതിൽ യാതൊരു മീനിങ് ഇല്ല അവിടെ. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കാൻ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് advisorcoach.com എന്നുള്ളൊരു വെബ്സൈറ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇനി സ്ക്രീനിൽ നോക്കാം. advisorcoach.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇൻ്റർഫേസ് ഇതായിരിക്കും. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് റിസർച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് റിസർച്ചിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഓവർലാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇൻ്റർഫേസ് ഇതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെലക്ട് കാറ്റഗറി, ഫണ്ട് 1, ഫണ്ട് 2 ഇങ്ങനെ 3 ബോക്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പം ലാർജ് ക്യാപ് കാറ്റഗറിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഏതൊക്കെ ഫണ്ടിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്നത്, നിങ്ങളുടെ ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടാണ്. സെക്കൻഡ് ഫണ്ടായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് കാനറ റോബിക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടാണ്. നമ്മൾ 2 ഫണ്ട് നമ്മൾ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഫണ്ടിൻ്റെ കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്തു. ഇനി നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫണ്ടിലെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്, അതായത് എത്ര കോമൺ സ്റ്റോക്സ് ഉണ്ട് ഈ ഫണ്ട്സിന് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിംഗ് ഓഫ് ഫണ്ട് 1 കോമൺ വിത്ത് ഫണ്ട് 2. അതായത് നമ്മുടെ ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടിന് കോമൺ സ്റ്റോക്സ് നമ്മുടെ കാനറ റോബിക്കോ ബ്ലൂ ചിപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 85% കോമൺ സ്റ്റോക്സ് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് 2 ഫണ്ട് 1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 71% കോമൺ സ്റ്റോക്സ് ഉണ്ട്. അതായത് നമ്മുടെ കാനറ റോബിക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 71% കോമൺ സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പെർസെൻറ്റേജ് ഓഫ് പോർട്ട്ഫോളിയോയുടെ ഹോൾഡിംഗ് പെർസെൻറ്റേജ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും.
ഇനി നിങ്ങൾക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ആവറേജ് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് വരുന്നത് 63.6% ആണ് വരുന്നത്. അതുപോലെ തന്നെ നോ ഓവർലാപ്പ് വരുന്നത് 36.4% ആണ് നോ ഓവർലാപ്പ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സി കോമൺ സ്റ്റോക്സ് അക്രോസ് ദ 2 ഫണ്ട്സ്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സ്റ്റോക്സിലും, അതായത് നിങ്ങൾക്ക് 2 മ്യൂച്വൽ ഫണ്ട്സിലുള്ള കോമൺ സ്റ്റോക്സ് എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും, അതായത് നമ്മൾ ചൂസ് ചെയ്ത 2 ഫണ്ട്, അതായത് നമ്മൾ ഫണ്ട് 1ൻ്റെയും ഫണ്ട് 2ൻ്റെയും പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്, കോമൺ സ്റ്റോക്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട്, അതായത് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 6th ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് AUMനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മുടെ ക്യാഷ് അവർ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ സം ഓഫ് മണിയാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തു, ആ ഒരു ഫണ്ടിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ അവർ അധികം റിസ്ക് എടുക്കത്തില്ല, അവർ സേഫ് ആയിട്ടായിരിക്കും അവിടെ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസും കുറവാണ്. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ഫണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കുറവാണെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ റിസ്ക് എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ആ ഫണ്ടിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഓരോ കാറ്റഗറി അനുസരിച്ച് ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ലിമിറ്റ് ഡിഫറൻസ് വരും. ഇനി നിങ്ങളിപ്പോൾ ഒരു ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ഒരു മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്കൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 5,000 crore ബിലോ വരുന്ന ഒരു AUM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഫണ്ട് അല്ല നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങളൊരു മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2,000 crore ബിലോ വരുന്ന ഫണ്ടൊക്കെ എന്തായാലും ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫണ്ടായിരിക്കില്ല. അപ്പം ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. 5th നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോസ്റ്റ് ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു ഫീ ആണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണണം താല്പര്യമുള്ളവർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളൊരു ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണ്, ആ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആണ്, ബട്ട് അതിൻ്റെ റിട്ടേൺസ് നോക്കുമ്പോൾ ഒരു ആവറേജ് റിട്ടേൺസിനും താഴെയാണ് അതിൻ്റെ റിട്ടേൺസ് ലഭിക്കുന്നതെങ്കിൽ ആ ഫണ്ട് ചൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും നിങ്ങൾ ലോ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഒരു ബിഗിനർ ഒരു ഫണ്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മെയിൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം ശ്രദ്ധിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങളൊരു ഫണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു വെബ്സൈറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതായത് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റി നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിന്ന് 2 വെബ്സൈറ്റിനെ പറ്റിയിട്ട് നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് വെബ്സൈറ്റ് നമ്മളിന്ന് പറയാൻ പോകുന്നത് വാല്യൂ റിസർച്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. സോ നിങ്ങൾക്ക് മണി കൺട്രോൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ റിസർച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് അനാലിസിസ് നടത്താൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.